തിരിച്ചുവരവിന്റെ പാതയിൽ കാനായി കാനം. കൊടുംവേനലിൽ ആദ്യമായി പൂർണ്ണ വരൾച്ചയെ അഭിമുഖീകരിച്ചെങ്കിലും മഴക്കാല ആരംഭത്തിൽ തന്നെ തന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിച്ച് ഒഴുകി പരക്കുകയാണ് കാനം. സന്ദർശകരായി എത്തുന്നവർക്ക് കണ്ണിനും മനസ്സിനും കുളിർമ പകരുകയാണ് ഈ കാനന സുന്ദരി. വെറും ചരൽക്കൂനയല്ല, ജീവന്റെ അദ്ഭുത ലോകമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന മനസ്സുണ്ടെങ്കിൽ ഈ കാഴ്ചകൾ സ്വന്തം ചുറ്റുവട്ടത്തു നിന്ന് തന്നെ കണ്ടെടുക്കാനാവും. ബാബു കാമ്പ്രത്തിന്റെ കാനം എ ലൈഫ് സ്റ്റോറി ഓഫ് എ മിഡ്ലാൻഡ് ഹിൽ എന്ന ഡോക്യുമെന്ററിയുടെ അടിക്കുറിപ്പാണിത്. പച്ചയുടെ വകഭേദങ്ങളണിഞ്ഞ് വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമായ ദൃശ്യവിസ്മയം തീർത്ത് അധികമാരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ ഒരു പാവം ഇടനാടൻ ചെങ്കൽക്കുന്ന് പ്രദേശം കാനായി കാനം. പയ്യന്നൂർ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് പയ്യന്നൂർ നഗരസഭയുടെ അധീനതയിലുള്ള കാനായി കാനം. കാനായിലെ വിശാലമായ പാറപ്പരപ്പിൽ നിന്നും ഉദ്ഭവിക്കുന്ന കാനം വെള്ളച്ചാട്ടം ജീവന്റെ ഈ പച്ചക്കലവറയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണുന്നത് പുതിയ ലോകമാണ്. കുറ്റിക്കാടുകളും വൻമരങ്ങളും അനേകായിരം കുഞ്ഞുപൂക്കളും പേരറിയാത്ത കൊച്ചുപ്രാണികളും വൈവിധ്യമാർന്ന ശലഭങ്ങളും തുമ്പികളും ചിലന്തികളും സ്വൈര്യമായി വിഹരിക്കുന്ന ചെറിയ വനപ്രദേശം. നിരവധി ഔഷധ സസ്യങ്ങളെ തഴുകിവരുന്ന ഉറവവറ്റാത്ത നീർച്ചാലുകൾ, വിവിധങ്ങളായ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന ശാന്തമായ പച്ചപ്പ്. കാനം എന്നാൽ 2 കുന്നിൻ ചെരുവിനിടയിലുള്ള നീർച്ചാൽ എന്നാണ് അർത്ഥം. വേനൽക്കാലത്തും ഉറവ വറ്റാത്ത ഇവിടെ അപൂർവങ്ങളായ മത്സ്യസമ്പത്തുമുണ്ട്. മഴ അതിന്റെ സർവശക്തിയുമെടുത്ത് സംഹാരമാടിയാൽ കാനവും അതിന്റെ രൗദ്രഭാവം പുറത്തെടുക്കും. ലോക സഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയിട്ടില്ലെങ്കിലും കാനായി കാനം നൽകുന്നത് അഭൂതപൂർവമായ അനുഭവങ്ങൾ തന്നെയാണ്. 20 വർഷത്തോളമായി ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ നടത്തിവരുന്ന അനിയന്ത്രിതമായ കല്ല് മണ്ണ് ഖനനം ഈ പ്രദേശത്തിന്റെ തെളിനീരുറവയെ വലിച്ചൂറ്റിയെടുക്കുകയായിരുന്നു. നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും വിധം 2 വർഷമായി നീരൊഴുക്ക് കുറഞ്ഞ് വരൾച്ചയുടെ വക്കിലെത്തിയിരുന്നു കാനം. 3 പാറക്കെട്ടുകളിൽ നിന്നായി ഒഴുകിയെത്തിയിരുന്ന കാനായി കാനത്തിന്റെ ജലസമൃദ്ധിയെ തകിടം മറിച്ചത് വികസനത്തിന്റെ പേരും പറഞ്ഞുള്ള അനിയന്ത്രിതമായ ഇടപെടലുകൾ തന്നെയായിരുന്നു. പ്രകൃതി സ്നേഹികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ കാനത്തിന്റെ സംരക്ഷണം കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഏതാനും വർഷങ്ങളായി നീരുവറ്റി വരണ്ടുണങ്ങി തുടങ്ങിയ ഇവിടുത്തെ ജൈവസമൃദ്ധി കഴിഞ്ഞ മഴയോടെ സർവ്വപ്രൗഢിയും വീണ്ടെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെയെത്തിയ ഞങ്ങളുടെ ക്യാമറയെ വരവേറ്റത് പാറക്കെട്ടുകളിൽ തട്ടി ചിന്നിച്ചിതറി ഹർഷാരവത്തിൽ മതിമറക്കുന്ന ആ പഴയ കാനം തന്നെയായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പേരറിയാത്ത വലിയ പൂക്കളുടെ മണം അവിടെ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. വലിയ കാട്ടുവള്ളികളിലും വേരുകളിലും ഇലപ്പടർപ്പുകളിലും തട്ടി ആർത്തുല്ലസിച്ച് നിറഞ്ഞൊഴുകി പല നീർച്ചാലുകളും ഒന്നായി ഒരു യാത്ര. നന്മയുടെ പച്ചപ്പാണിവിടം. വികസനമെന്നാൽ വെട്ടിമാറ്റലാണെന്ന പുതിയ തന്ത്രങ്ങൾ പരിസ്ഥിതി സൗഹൃദ ഇടങ്ങളെ തകർത്ത് കളയുന്നുണ്ട്. പച്ചപ്പിന്റെ വലിയ സാധ്യതകളാണ് കാനായി കാനം പോലുള്ള പ്രദേശങ്ങൾ. ഇടതിങ്ങിയ മരങ്ങളും കാട്ടുചെടികളും പരിസ്ഥിതി സന്തുലനത്തിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ശാസ്ത്രജ്ഞരുടെ കണക്കനുസരിച്ച് 1 ഏക്കർ വനഭൂമിക്ക് 3 ഏക്കർ സ്ഥലത്തെ കൃഷിക്കാവശ്യമായ ജലം സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ട്. കാവിലെ മരമെങ്ങാൻ മുറിച്ചുപോയാൽ പാലുള്ള മരം നട്ട് കുടിയും വെക്കണമെന്ന് പറഞ്ഞ് പഴമക്കാർ കാവും കുളവും സംരക്ഷിച്ചു നിർത്തിയത് അവരുടെ ദീർഘവീക്ഷണം തന്നെയാവണം.
ഭാവി തലമുറയ്ക്കായുള്ള നമ്മുടെ നീക്കിയിരിപ്പും ഇത്തരം പച്ചപ്പുകൾ തന്നെയാവും. പച്ചപ്പട്ടെടുത്ത് കാട്ടുപൂക്കളുടെ മാലയണിഞ്ഞ പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം, വിവിധങ്ങളായ ചിലന്തികളുടെയും ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രം. കഴിഞ്ഞ വേനലിൽ വറ്റിവരണ്ട ഈ ജലസ്രോതസ് ഇക്കഴിഞ്ഞ മഴയോടെ അതിന്റെ പഴയ പ്രതാപം തിരിച്ചെടുത്തിരിക്കുകയാണ്. കാനായി കാനത്ത് നിന്നും ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ശ്രീലേഖ രാകേഷ്, നെറ്റ്വർക്ക് ന്യൂസ്.